കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ഇന്ന് വൃശ്ചികം 2, ശബരിമല തീർത്ഥാടനത്തിൻ്റെ 2ാം ദിവസം 1, 2, 3 എന്നാ ഒരാഴ്ചയ്ക്കുള്ളിൽ എല്ലാവരും മാലയിടണം. പക്ഷേ ഈ മാല ഇടുന്നത് നമ്മൾ പരിശോധിച്ചാൽ പലപ്പോഴും പല നിറങ്ങളിലുള്ള മുത്തുകൾ കൊരുത്ത് മാലകൾ ഇടുന്നത് കണ്ടിട്ടുണ്ട്. ഒരു കാരണവശാലും അത്തരം മാല ഉപയോഗയോഗ്യമല്ല. നമ്മൾ ധരിക്കുന്ന മാലയ്ക്ക് ആ മാല ധരിക്കുന്നത് കൊണ്ട് നമുക്ക് അനുഭവവേദ്യമാകുന്ന പുണ്യഫലത്തെ നമ്മുടെ വേദിക്കാചാര്യന്മാർ കൃച്ഛ്രം എന്ന പദത്തിലൂടെയാണ് ബോധ്യപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഓരോ തരം മാലകൾ ധരിച്ചാലും ആ മാലകൾ ധരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന പുണ്യപ്രദമായ ആ ഫലം നമുക്കൊന്ന് പരിശോധിക്കാം. എന്നിട്ട് തീരുമാനിക്കാം ഏത് മാല ഇടണം എന്ന്. എരുക്കുംപൂ കൊണ്ടുള്ള മാല ധരിക്കും. എരുക്ക് കൊണ്ടുള്ള മാല. ആ എരുക്ക് കൊണ്ടുള്ള മാല ധരിക്കാൻ തയ്യാറായാൽ അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് വെറും 10 കൃച്ഛ്രമാണ്. മറിച്ച് സന്നിധാനത്തേക്ക് പോകാൻ രുദ്രാക്ഷം കൊണ്ടുള്ള മാല ധരിക്കുകയാണെങ്കിൽ അത് എത്രമാത്രം ഗുണപ്രദമാണ്, പുണ്യപ്രദമാണ് എന്ന് പറയാൻ 1000 നാവുള്ള അനന്തന് പോലും സാധ്യമല്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഗുണപ്രദമാണ് രുദ്രാക്ഷം കൊണ്ടുള്ള മാല. മൂന്നാമത്തേത് ശംഖു കൊണ്ടുള്ള മാലയാണ്. ശംഖു കൊണ്ടുള്ള മാല നമുക്ക് ധരിക്കാൻ സാധിക്കുകയാണെങ്കിൽ 1000 കൃച്ഛ്രമാണ് അതുകൊണ്ടുള്ള ഗുണപ്രദമായ ഫലം നമുക്ക് അനുഭവവേദ്യമാകുന്നത്. അതുപോലെ മറ്റൊരു പുണ്യഫലം നൽകുന്ന മാലയാണ് പവിഴക്കല്ലുകൾ കൊണ്ടുള്ള, പവിഴമുത്തുകൾ കൊണ്ടുള്ള മാല. അതിനും 1000 കൃച്ഛ്രമാണ്. ഇനിയുള്ളത് സ്ഫടികമാലയാണ്. സ്ഫടികമാല നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്ഫടികമാലയിലെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നത് പലപ്പോഴും ഗ്ലാസ് പൊട്ടുകൊണ്ടുള്ള മാലകളാണ്, അല്ലെങ്കിൽ പളുങ്കു കൊണ്ടുള്ള മാലകളാണ്. അതൊരു കാരണവശാലും ധരിച്ചാൽ ഗുണം ലഭിക്കില്ല എന്ന് മാത്രമല്ല, ദൂഷ്യം ഉണ്ടാവുകയും ചെയ്യും. സ്ഫടികമാല തിരിച്ചറിയാൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചാൽ, സ്ഫടികമാല ആണെങ്കിൽ അതിൻ്റെ 2 മുത്തുകൾ തമ്മിൽ ഉരസിയാൽ ആ ഉരസലിൽ നിന്ന് നമുക്ക് തീജ്വാല ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്ഫടികമാലയുടെ മറ്റൊരു പ്രത്യേക ഗുണം, ചൂട് ശരീര പ്രകൃതിയുള്ള ഒരാൾ സ്ഫടികമാല ധരിച്ചാൽ അയാൾക്ക് ശരീരത്തിൻ്റെ ഊർജം വളരെയേറെ വലിച്ചെടുത്ത്, അതായത് ചൂട് വളരെയേറെ വലിച്ചെടുക്കുന്നത് ഈ സ്ഫടികമാല സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള സ്ഫടികമാല നമ്മൾ ധരിക്കാൻ തയ്യാറായാൽ നമുക്ക് കിട്ടുന്നത് 10000 കൃച്ഛ്രം ഫലമാണ്. ഇനി മുത്തുമാല. മുത്ത് എന്നുദ്ദേശിക്കുന്നത് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു വസ്തുവാണെന്ന് അറിയാമല്ലോ. ആ തരം മുത്തുകൊണ്ടുള്ള ഒരു മാല ധരിക്കാനായിട്ട് സാധിച്ച് ശബരിമലയ്ക്ക് പോകാൻ തയ്യാറായാൽ അത് ധരിക്കുന്നയാൾക്ക് ലഭിക്കുന്നത് 1,00,000 കൃച്ഛ്രമാണ്. പക്ഷെ ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് സാധാരണക്കാർക്ക് പ്രാപ്യമായിട്ടുള്ള ഒരു മാലയാണ്. സാധാരണക്കാർക്ക് പ്രാപ്യമായിട്ടുള്ള മാല എന്ന് ഉദ്ദേശിക്കുന്നത് തുളസി ചെടിയുടെ തണ്ട് ചെത്തി ഉരുട്ടി മുത്താക്കി ആ മാല, ആ തരം തുളസി തണ്ട് കൊണ്ട് തയ്യാറാക്കുന്ന മാല ധരിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്നത് 10,00,000 കൃച്ഛ്രം ഫലമാണ്. ഇനി അപൂർവമായ മറ്റൊരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാം. താമരക്കായ് എന്ന് പറഞ്ഞ്, താമരപ്പൂവ് ശരിയായ രീതിയിൽ നമ്മുടെ കുളങ്ങളിലോ സരസ്സുകളിലോ നിൽക്കുന്നത് അതിൻ്റെ പൂ മൂത്ത് അവസാനിച്ച്
അതിൻ്റെ താമരവട്ടം എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അതിൽ താമരക്കായകൾ കിട്ടും. ഏതാണ്ട് കാപ്പിപ്പൊടി കളറുള്ള ഒരു കായാണ് താമരക്കായ. ആ തരത്തിലുള്ള കായ്കൾ കൊണ്ട് നിർമ്മിച്ച മാലയാണ് ധരിക്കാൻ തയ്യാറാകുന്നതെങ്കിൽ ലഭിക്കുന്നത്, താമരക്കായ് കൊണ്ടുള്ള മാലയ്ക്ക് ലഭിക്കുന്നത് പുണ്യം 1 കോടി ഖൃച്ഛ്രമാണ്. ഇനി സാധാരണ രീതിയിൽ ധനാഢ്യനാണ്, ഇതെല്ലാം സാധിക്കും എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ സ്വർണമണികൾ കൊരുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്വർണമുത്തുകൾ കൊരുത്തിട്ടുള്ള മാല ധരിച്ചാലും ഈ 1 കോടി ഖൃച്ഛ്രം ഫലമുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാം. ഏറ്റവും കൂടിയത് എത്ര പുണ്യപ്രദമാണ് എന്നാലോചിക്കുക. നാം പല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ദർഭ എന്ന് പറഞ്ഞൊരു ചെടി ഉണ്ടെന്നറിയാമല്ലോ. പുല്ലുവിന് സമാനമായിട്ടുള്ള ദർഭ. ആ ദർഭച്ചോട് ശരിയായ രീതിയിൽ പറിച്ചെടുത്താൽ ദർഭക്കിഴങ്ങ് നമുക്ക് കിട്ടും. നമ്മുടെ കയ്യിലെ ചെറുവിരലിൻ്റെ അത്രയും വലിപ്പമാണ് പരമാവധി അതിനുണ്ടാവുക. അങ്ങനെയുള്ള ആ ദർഭച്ചോട് പറിച്ചെടുത്ത് ആ ചുവട് ചെത്തി ഉരുട്ടി മുത്താക്കി ഒരു മാല കൊരുത്തിടാനായിട്ട് സാധിച്ചാൽ നമുക്ക് ലഭ്യമാകുന്നത് 10 കോടി ഖൃച്ഛ്രമാണ് ഇതിൻ്റെ ഫലം. അപ്പം നമുക്ക് പ്രാപ്യമായിട്ടുള്ള 3 മാലകൾ ഞാൻ വ്യക്തമായി പറയുന്നു. സ്വർണം അല്ല, താമരമുത്തല്ല, താമരക്കായ്കൾ കൊണ്ടുള്ളതല്ല. പകരം ആദ്യത്തേത് നമുക്ക് വേണം എങ്കിൽ, ദർഭച്ചോടും കിട്ടാൻ വിഷമമാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമുക്ക് എപ്പോഴും പ്രാപ്യമായുള്ള വസ്തു തുളസിമാലയാണ്. ആ തുളസിമാല ധരിച്ചാൽ 10 ലക്ഷം ഖൃച്ഛ്രം ഫലമുണ്ട്. അതേപോലെ തന്നെ ശംഖും നമുക്ക് കിട്ടാനുണ്ട്. പക്ഷെ അതിന് കൂടുതൽ വിലയാണെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് രുദ്രാക്ഷമാല ഉപയോഗിക്കാവുന്നതാണ്. ആ രുദ്രാക്ഷമാലയ്ക്കും കിട്ടുന്നത് അനന്തമായ സാധ്യതകളാണ്. ആ തരം അനന്ത സാധ്യതയുള്ള ആ മാലയും ഉപയോഗിക്കാം. അതിന് പകരം ഇന്ന് ചൈന മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ളതാണ് ഈ വിവിധങ്ങളായ വർണ്ണങ്ങൾ കൊരുത്തിട്ടുള്ള, വർണ്ണമുത്തുകൾ കൊരുത്തിട്ടുള്ള മാലകൾ. ആ മാല യാതൊരു കാരണവശാലും ശബരിമല തീർത്ഥാടനത്തിന് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള വസ്തുത നാം ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാകുന്ന ഒന്ന് രുദ്രാക്ഷമാണ്. അതിന് അനന്ത സാധ്യതകളാണ്. രണ്ടാമത്തേത് തുളസി കൊണ്ടുള്ള മാലയാണ്. 10 ലക്ഷം ഖൃച്ഛ്രമാണ് അതിൻ്റെ ഫലമായി ലഭിക്കുന്നത്. മൂന്നാമത്തേത് ഏറ്റവും അവസാനമായി ഞാൻ ചൂണ്ടിക്കാണിച്ച സ്വയം കഷ്ടപ്പെട്ട് പറിച്ചെടുക്കാനായിട്ട് തയ്യാറായാൽ ദർഭയുടെ കിഴങ്ങുകൊണ്ടുള്ള മാലയും നമുക്ക് ലഭ്യമാണ്. അപ്പം ഈ തരത്തിലുള്ള മാലകൾ ഏതെങ്കിലും ധരിച്ചുകൊണ്ട് ശബരിമലയ്ക്ക് പോകാൻ തയ്യാറാകുമ്പോൾ അതിൽ നിന്നും ഉണ്ടാകുന്ന അനുഭൂതി വളരെയേറെ വലുതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കൃത്യമായിട്ട് മാലകളെ കുറിച്ച് ഞാൻ വ്യക്തമാക്കിയത്. ഇനി ഈ മാല ധരിക്കുന്നതിന് മന്ത്രമുണ്ട്, മാല ഊരുന്നതിനും മന്ത്രമുണ്ട്. ഇന്ന് നാം ചെയ്യുന്നത് മഹാകഷ്ടമായ കാര്യമാണ്. മാല ധരിക്കണമെങ്കിൽ അത് ചെയ്യേണ്ടുന്നത് നമ്മുടെ ഗുരുസ്വാമിയായിട്ട് ആരെയാണോ വരിച്ചിരിക്കുന്നത് ആ ഗുരുസ്വാമിയുടെ കയ്യിൽ നിന്ന് വേണം ഈ മാല വാങ്ങി ധരിക്കേണ്ടുന്നത്. അപ്പം ഏതെങ്കിലും ക്ഷേത്രസങ്കേതത്തിലെത്തുക, ക്ഷേത്രസങ്കേതത്തിലെത്തിയതിന് ശേഷം ഗുരുസ്വാമിയിൽ നിന്നും ഈ മാല ഏതാണോ അത് വാങ്ങി ധരിക്കുക. ആ സമയത്ത് അദ്ദേഹത്തിന് നമ്മളെ മാലയിടിയിച്ചു എന്ന കാരണം കൊണ്ട് അദ്ദേഹത്തെ ഗുരുസ്വാമിയായി നമ്മൾ വരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിന് അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കണം എന്ന കാര്യത്തിൽ ഒട്ടും സംശയം പാടില്ല. ദക്ഷിണ നൽകിയേ പറ്റൂ. നമ്മൾ വ്രതത്തിലേക്ക് കടക്കുകയാണ്. വ്രതത്തിലേക്ക് കടക്കുന്ന ഒരു വ്രതധാരി എന്തൊക്കെ ചെയ്യണം അതുകൂടി നമുക്ക് ഈ അധ്യായത്തിൽ വ്യക്തമാക്കാം. വ്രതം ധരിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സമഗ്രമായ പരിവർത്തനമാണ് മാല കഴുത്തിൽ വീണാൽ ആ നിമിഷം മുതൽ വേണ്ടുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 9 പ്രാവശ്യം ഒരു ദിവസം ഒരു 7 തവണയെങ്കിലും ശരണം വിളിക്കാൻ തയ്യാറാവണം. 9 പ്രാവശ്യം വീതം 7 തവണയെങ്കിലും ശരണം വിളിക്കാൻ തയ്യാറാവണം. അപ്പോൾ ഒരു ദിവസം 63 പ്രാവശ്യം ഒരു സാധകൻ അഥവാ ഒരു സ്വാമി ശരണം വിളിക്കുന്നു എന്ന് വിചാരിക്കുക.
അപ്പോൾ അത് എപ്പോൾ മുതൽ എങ്ങനെയൊക്കെ എന്നുള്ളതിനാണ് ഇനിയുള്ള ഉത്തരം ഞാൻ തരുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ കിടന്നിരുന്ന അല്ലെങ്കിൽ രാത്രിയിൽ കിടന്നിരുന്ന സ്ഥലത്തു നിന്നും എഴുന്നേൽക്കാൻ തയ്യാറാവുകയാണ്. ആ എഴുന്നേൽക്കാൻ തയ്യാറാവുമ്പോൾ എന്ത് ചെയ്യണം? ഉറക്കം ഭംഗിയായി വെളുപ്പിന് എഴുന്നേൽക്കുന്നു. എഴുന്നേറ്റാൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാവുന്നു. അപ്പോൾ തുടക്കം എങ്ങനെയായിരിക്കണം? 2 കൈകളും പുരുഷന്മാരെ സംബന്ധിച്ച് വലത്ത് കൈയും സ്ത്രീകളെ സംബന്ധിച്ച് ഇടത് കൈയും കണി കാണണം അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരീരത്തിലെ ഏറ്റവും പവിത്രമായ അല്ലെങ്കിൽ കണി കാണാൻ യോഗ്യമായ വസ്തു ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരമാണ് ഇപ്പോൾ കിട്ടിയത്. 2 കൈകളുടെയും കൈപ്പത്തികൾ മലർത്തി വച്ച് ആ കൈപ്പത്തികളാണ് ഒരുമിച്ച് ചേർത്ത് വെച്ച കൈപ്പത്തികളാണ് നമ്മൾ കണി കാണേണ്ടുന്നത്. അത് ഊർദ്ധമുഖമായി വേണം കൈ പിടിക്കാൻ. ഊർദ്ധമുഖം എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ തൊഴാൻ നിൽക്കുന്ന തരത്തിൽ 2 കൈകളും ചേർത്ത് വെച്ച് മനസ്സിൽ അതിനുള്ള മന്ത്രം ജപിക്കുക. എന്താണ് ആ മന്ത്രം? കരാഗ്രേ വസതേ ലക്ഷ്മീം കരമധ്യേ സരസ്വതി കരമൂലേ തു ഗോവിന്ദ പ്രഭാതേ കരദർശനം. അങ്ങനെ നമ്മൾ കണി കാണുന്നു. അപ്പം ചിലർക്ക് സംശയം തോന്നാം, നമ്മളൊരു കണ്ണാടി എടുത്ത് മുഖമല്ലേ കാണേണ്ടുന്നത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരഭാഗങ്ങളിൽ കണി കാണാൻ ഒരു കാരണവശാലും കൊള്ളാത്ത ഏതെങ്കിലും വസ്തു ഉണ്ടെങ്കിൽ ഒരു സംശയവും ആർക്കും വേണ്ട. കുണ്ടും കുഴിയും നിറഞ്ഞ ഈ മുഖമാണ് അല്ലെങ്കിൽ തലയാണ് ഒരു കാരണവശാലും കണി കാണാൻ യോഗ്യമല്ലാത്തത്. അപ്പോൾ തോന്നാം, എന്താണ് അങ്ങനെ പറയാൻ കാരണം? എന്തെങ്കിലും കാരണം കാണുമല്ലോ. ഉണ്ട്. നമ്മുടെ ശരീരത്തെ ഏറ്റവും പ്രധാന അവയവം എന്ന് കാണുന്ന തല ഒന്ന് സമഗ്രമായി പരിശോധിക്കാൻ തയ്യാറായാൽ 7 ദ്വാരങ്ങൾ അടങ്ങിയതാണ് നമ്മുടെ ശിരസ് ഓരോരുത്തരുടെയും. അതിന്നയാളെന്നില്ല, ആണായാലും പെണ്ണായാലും 7 ദ്വാരങ്ങൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആകെ സംശയമായി, 7 ദ്വാരങ്ങൾ ഏതെല്ലാമാണപ്പോൾ അത്? അതിന് സംശയം വേണ്ട. ഏറ്റവും ആദ്യത്തേത് 2 കണ്ണുകൾ. ആ 2 കണ്ണുകളുടെ സ്ഥാനത്ത് ഒരു കണ്ണെടുത്ത് മാറ്റിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അഗാധമായ ഒരു കുഴിയാണ്. അപ്പോൾ 2 കുഴികൾ, അത് 2ഉം. ചെവി എടുത്തു മാറ്റിയാൽ നമുക്ക് വ്യക്തമായി ബോധ്യമുണ്ട് ചെവി ഒരു ദ്വാരമാണ്. ഒരു ചെവിയിലേക്ക് ഏത് ചെവി എടുത്ത് പരിശോധിച്ചാലും ആ ചെവി ദ്വാരമാണ്. അപ്പോൾ 2 4 ദ്വാരമായി. ഏറ്റവും മുൻവശത്തേക്ക് ഇത്ര ദ്വാരം, 2 വശത്തേക്കും ഇത്ര ദ്വാരം എന്നാണ് കാണുന്നത്. അപ്പോൾ എത്ര ദ്വാരങ്ങളാണ് ശിരസിലുള്ളത്? ആദ്യത്തേത് കണ്ണ് 2 ദ്വാരം, മൂക്ക് 2 ദ്വാരം 4, ചെവി 2 ദ്വാരം 4 2 6. പിന്നെയോ ഇതെല്ലാം പറയിപ്പിക്കുന്ന സാക്ഷാൽ വായ് എന്ന് പറയുന്നതും വലിയ ഒരു ദ്വാരമാണ്. അപ്പോൾ 7 ദ്വാരങ്ങൾ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ 7 തുളകൾ അടങ്ങിയിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ശിരസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് കണി കാണാൻ കൊള്ളില്ല. കണി കാണാൻ പറ്റിയ ഏക വസ്തു ശരീരത്തിലുള്ളത് 2 കൈകളുമാണ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മന്ത്രജപത്തോടുകൂടി കൈകൾ കണി കണ്ടു. ഇനി നമുക്ക് വേണ്ടുന്നത് അമ്മയോടുള്ള അനുവാദം വാങ്ങിക്കലാണ്. എന്തെല്ലാമാണ് നമ്മൾ അമ്മയുടെ ദേഹത്ത് ചെയ്യുന്നത്, അമ്മയുടെ മാറിൽ ചെയ്യുന്നത്? ഓർത്തു നോക്കുക. ചവിട്ടി നടക്കുന്നു, മലമൂത്ര വിസർജനം ചെയ്യുന്നു, കുളിക്കുന്നു. നമ്മൾ ഏത് കാര്യം ചെയ്യുന്നതും അമ്മയുടെ അനുവാദത്തോടു കൂടിയാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതാണ്. ഏറ്റവും കൂടുതൽ ഉപദ്രവകാരികളായിട്ട് നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ എന്താ ചെയ്യണ്ടേ? അപ്പോൾ അമ്മയെ സ്തുതിക്കുകയാണ്. സമുദ്രവസനേ ദേവി പർവ്വതസ്തനമണ്ഡലേ വിഷ്ണുപത്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ. ഞങ്ങൾ ചവിട്ടുന്നത് അമ്മയുടെ നെഞ്ചത്താണ് എന്ന് ബോധ്യമുണ്ട്. അത് ഞങ്ങൾക്ക് ക്ഷമിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾ പായിൽ നിന്നും എഴുന്നേറ്റു, കണി കണ്ടു, ഭൂമിയിലിറങ്ങി. വീണ്ടും മാലയിട്ടിരിക്കുന്നു എന്ന കാരണം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് 9 തവണ ആദ്യമായി ശരണം വിളിക്കുന്നു. അത് ചെയ്യേണ്ടുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ശ്വാസത്തിൻ്റെ നീളം 12 അംഗുലമാണ്. അപ്പോൾ സംശയം തോന്നുന്നു, എങ്ങനെയാണ് ശ്വാസത്തിൻ്റെ നീളം അളക്കുന്നത്?
ഒരു സംശയവും വേണ്ട. 12 അങ്കുലം നീളമുള്ള ഒരു ചരട് എടുക്കുക. അപ്പോൾ ഒരു അങ്കുലം എന്താണ് അളവ്? അതിൻ്റെ ദൈർഘ്യം എത്രയാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? അവിടെ അറിഞ്ഞേ പറ്റൂ. 24 അങ്കുലം ഒരു കോൽ. ഒരു കോൽ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ സാധാരണ പണിക്ക് വരുന്ന, തടിപ്പണിക്ക് വരുന്ന, കട്ട്ള, ജനല്, വീടിൻ്റെ പണി, ഇതിനൊക്കെ വരുന്ന ആശാരിമാർ അഥവാ കാർപ്പൻറ്റേഴ്സ്, അവരുടെ കയ്യിൽ ഉള്ള ഒരു സാധനമാണ് മുഴക്കോൽ എന്നത്. ആ മുഴക്കോലിൻ്റെ നീളമാണ് 24 അങ്കുലം. 24 അങ്കുലം. ആ 24 അങ്കുലത്തിൽ നമ്മൾ വീണ്ടും നമ്മുടെ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് സെൻറ്റിമീറ്ററായി കണക്ക് കൂട്ടാൻ തയ്യാറായാൽ 24 അങ്കുലം സമം 72 സെൻറ്റിമീറ്റർ എന്നാണ് ഉത്തരം കിട്ടുക. അപ്പോൾ ഒരു അങ്കുലം എത്ര സെൻറ്റിമീറ്ററാണ്? ഒരങ്കുലം 3 സെൻറ്റിമീറ്ററാണ്. ആ 3 സെൻറ്റിമീറ്റർ വച്ച് നമ്മൾ നോക്കിയാൽ 12 അങ്കുലം നീളമാണ് ശ്വാസത്തിൻ്റേതെന്ന് പറഞ്ഞാൽ, സ്വാമിയേ ഈ 12 അങ്കുലം നീളത്തിൽ നമ്മൾ ശരണം വിളിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന ശ്വാസം പൂർണ്ണമായിട്ടും ഈ ശരണത്തിൻ്റെ അവസാന ഭാഗത്തോടുകൂടി ഏയ് എന്ന് നിർത്തിയപ്പോൾ അവസാനിച്ചു. അപ്പം അടുത്ത ശ്വാസം എടുക്കണം. അതിന് ശരണമയ്യപ്പ, അത്രയും ദൈർഘ്യത്തിൽ വേണം ശരണം വിളിക്കാൻ. ഇതാരോ തല്ലി ഓടിക്കുന്നത് മാതിരി സ്വാമിയേ ശരണമയ്യപ്പ, ഇത് അങ്ങനെയല്ല ശരണം വിളിക്കേണ്ടത്. ശരണം വിളിക്കുമ്പോൾ ദൈർഘ്യം ഇത്രയും വേണം എന്ന് ആചാര്യ സിദ്ധാന്തമാണ്, സ്വാമി പറയുന്നതല്ല. ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത് വ്യക്തമാക്കുക എന്നുള്ളത് മാത്രമേ ഈ ഉള്ളവൻ്റെ കടമയായിട്ടുള്ളൂ. അപ്പൊ സ്വാമിയേ അടുത്ത ശ്വാസം എടുത്തു, ശരണമയ്യപ്പ. അപ്പൊ നമ്മുടെ ശ്വാസത്തിലെ, അതായത് 12 അങ്കുലം നീളമുള്ള ശ്വാസത്തിൻ്റെ സെൻറ്റിമീറ്റർ കണക്കിലുള്ള നീളം എന്ന് പറയുന്നത് 36 സെൻറ്റിമീറ്ററാണ്. 36 സെൻറ്റിമീറ്റർ. ആ തരത്തിൽ വേണം ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ട് ശരണം വിളിക്കാൻ എന്നാണ് ആചാര്യ സിദ്ധാന്തം. അങ്ങനെ ശരണം വിളിക്കുന്നത് എത്ര തവണ? 9 തവണയെങ്കിലും വിളിക്കുക. അപ്പൊ രാവിലെ ഒരു പ്രാവശ്യമായി 9 തവണ. പായിൽ നിന്നും എഴുന്നേറ്റപ്പോൾ, കിടക്കയിൽ നിന്നും എഴുന്നേറ്റപ്പോൾ, അഥവാ കട്ടിലിൽ നിന്നും എഴുന്നേറ്റപ്പോൾ നമ്മൾ ചെയ്തത്, ഒന്നാമത് കണി കണ്ടു, രണ്ടാമത് അമ്മയുടെ അനുമതി വാങ്ങി, മൂന്നാമത് നാം 41 അഥവാ 51 ദിവസം കഴിഞ്ഞിട്ട് സന്ദർശിക്കാൻ ദർശനത്തിന് വേണ്ടി തയ്യാറെടുത്ത് പോകുന്ന സ്വാമിയെ നമ്മോടൊപ്പം കൂടുകൂട്ടി. ആ കൂട്ട് പിന്നെ എപ്പോഴാണ്? ഇത് കഴിഞ്ഞാൽ പ്രാഥമിക കൃത്യങ്ങളെല്ലാം നിർവഹിച്ചു. ആ പ്രാഥമിക കൃത്യങ്ങൾക്ക് ശേഷം പോകുന്നത് കുളിക്കാനാണ്, സ്നാനകർമ്മത്തിന്. ഈ വ്രതം ധരിച്ചിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് സൂര്യനെ നോക്കി ഏറ്റവും ചുരുങ്ങിയത് ഒരു 7 തവണ തർപ്പണം ചെയ്യുക എന്നുള്ളത്. എന്താണ് തർപ്പണം എന്നുദ്ദേശിക്കുന്നത്? കുളി കഴിഞ്ഞ് തങ്ങളുടെ കൈക്കുടുന്നയിൽ ഒരു കൈക്കുടുന്ന വെള്ളമെടുത്ത് സൂര്യനെ നോക്കി 7 തവണ എന്ന് പറയുമ്പോൾ 3 തവണ കൈക്കുടുന്നയിൽ വെള്ളമെടുത്ത് ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് എന്ന സൂര്യഗായത്രി മന്ത്രം സൂര്യനെ നോക്കി 7 തവണ അല്ലെങ്കിൽ 9 തവണ ജപിക്കുക. ആ ജപത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ശരണം വിളിക്കാൻ തയ്യാറാവണം. നമ്മുടെ സ്നാനകർമ്മം പൂർത്തിയായി. ആ സ്നാനകർമ്മം പൂർത്തിയായി കഴിഞ്ഞ് നമ്മൾ ശരണം വിളിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദൈർഘ്യത്തോടുകൂടി ശരണം വിളിച്ച് പൂർത്തിയാകുമ്പോൾ നമുക്ക് ഉറപ്പായി നാം ഇത് 2ാമത്തെ തവണ പൂർത്തിയാക്കി. വീണ്ടും ചന്ദനം, ഭസ്മം, അതേപോലെ തന്നെ കുങ്കുമം, ഗണപതി പ്രസാദം ഉണ്ടെങ്കിൽ ആയതെല്ലാം ധരിക്കാൻ തയ്യാറാവണം. ചന്ദനം, ഭസ്മം, അതിൽ ഭസ്മം കുഴച്ചു വേണം തൊടാൻ. രാവിലെ കുളി കഴിഞ്ഞതിന് ശേഷം ഭസ്മം ഇടത് കൈയിൽ അല്പം ഭസ്മം എടുത്ത് വലത് കൈയിൻ്റെ മോതിര വിരൽ കൊണ്ട് ഈ പറഞ്ഞ കിണ്ടിയിൽ നിന്നോ തൊട്ട് ശേഖരിച്ചു വെച്ചിട്ടുള്ള പാത്രത്തിൽ നിന്നോ ആ വിരലുകൊണ്ട് എടുക്കുന്ന വെള്ളം ഒഴിച്ച്
കുഴച്ച് ഇരുകൈകളിലും ഭസ്മം തൊടത്തക്ക നിലയിൽ വിരലുകളിലാക്കി അതിൽ ചൂണ്ടുവിരൽ ഒഴിവാക്കി നടുവിരൽ മുതലുള്ള 3 വിരലുകൾ, നടുവിരൽ, മോതിരവിരൽ, ചെറുവിരൽ, ഈ 3 വിരലും ഉപയോഗിച്ചാണ് ഭസ്മം തൊടേണ്ടുന്നത്. അപ്പോൾ ആ 3 വരയായി തൊടുന്ന ഭസ്മം തൊടുന്നതിന് ഒരു പേരുണ്ട്. ത്രിപുണ്ഡ്രകം എന്നാണ് അതിൻ്റെ പേര്. ത്രിപുണ്ഡ്രകം. വൈകുന്നേരം ആണെങ്കിൽ ഒരു കാരണവശാലും ഭസ്മം കുഴച്ചു തൊടാൻ പാടില്ല. ഭസ്മം കുഴയ്ക്കാതെ കൈകളിലെടുത്ത് കൈകളിൽ വിരലുകളിൽ വരുത്തി ആ വിരലുകൾ നെറ്റിയിൽ വരയ്ക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനുശേഷം ചന്ദനം, സിന്ദൂരം തുടങ്ങിയവ കൂടി ഉപയോഗിക്കുക. അപ്പോൾ ഭസ്മധാരണം പൂർത്തിയായി. വീണ്ടും നമ്മൾ രാവിലത്തെ ഭക്ഷണത്തിനിരിക്കാൻ തയ്യാറാവുകയാണ്. ആ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഭഗവാനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്, ഭഗവാനെ വിളിക്കുക എന്നുള്ളതാണ് കരണീയമായ മാർഗം. അതിന് വീണ്ടും നമ്മൾ ശരണം വിളിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുമാതിരി 9 പ്രാവശ്യം ശരണം വിളിക്കുന്നു. ഈ ഇരിക്കുന്ന ഭക്ഷണം അങ്ങയുടെ അനുവാദത്തോടുകൂടി ഞങ്ങൾ കഴിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് ഇത് കഴിക്കേണ്ടുന്നത്. അപ്പൊ ഇപ്പൊ എത്ര തവണയായി? ആദ്യത്തേത് എഴുന്നേറ്റു, രണ്ടാമത്തേത് സ്നാനം കഴിഞ്ഞു, മൂന്നാമത്തേത് ഭക്ഷണത്തിന് മുൻപ്, രാവിലത്തെ ഭക്ഷണത്തിന് മുൻപും നമ്മൾ ശരണം വിളി കഴിഞ്ഞു. വീണ്ടും ഉച്ചസമയമാവുകയാണ്. ഉച്ചസമയത്ത് ഏതെങ്കിലും ജോലി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ വൃത്തിയായി കയ്യും കാലും കഴുകി ഭഗവാനെ സ്മരിക്ക് ഊണ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നതിന് തൊട്ടു മുമ്പ്, അതായത് ചോറ് വിളമ്പിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനു മുൻപിലിരുന്ന് ഭഗവാനെ ധ്യാനിച്ച് ഇതുപോലെ ശരണം വിളിച്ച് 4ാമത് തവണ ശരണം വിളിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുന്നു. അപ്പോൾ ഉച്ചവരെയുള്ള നമ്മുടെ ദൈനംദിന കൃത്യങ്ങൾ പൂർത്തിയായി. ഇവിടെ മറ്റൊരു വസ്തുതയും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഗംഗാജലത്തിൽ വേണം കുളിക്കാൻ എന്നാണ് ആചാര്യ സിദ്ധാന്തം. അതിന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. പാത്രത്തിലാണ് വെള്ളമെടുത്ത് മുക്കിക്കുളിക്കുന്ന, കുളിമുറിയിൽ കുളിക്കുന്ന സിസ്റ്റമാണെങ്കിൽ ആ ചെമ്പിൽ മോതിരവിരൽ കൊണ്ട് ഗംഗയുടെ മൂലമന്ത്രം എഴുതാൻ തയ്യാറായി ഒരു ത്രികോണം വരച്ച് ആ ത്രികോണത്തിൽ ഹ്രീം ശ്രീം എന്ന ഗംഗയുടെ മൂലമന്ത്രം രചിച്ച് ആ വെള്ളത്തിൽ വേണം കുളിക്കാൻ. അങ്ങനെ വരുമ്പോൾ ആ മന്ത്രം ഗംഗേച്ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു, ഈ മന്ത്രം 9 പ്രാവശ്യം ജപിച്ചു കഴിയുമ്പോൾ നമ്മൾ കുളിക്കാനെടുത്തു വച്ച ജലത്തിൽ ഗംഗയുടെ പവിത്രമായ സാന്നിധ്യം ഉണ്ടായി എന്ന് മനസ്സിലാക്കുക. ആ ജലത്തിൽ കുളിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ള ഈ കാര്യങ്ങൾ ചെയ്തത്. നമ്മൾ ഉച്ചയൂണിനെത്തി. ആ ഉച്ചയൂണ് എന്നുദ്ദേശിക്കുന്നതും ഭഗവത് സ്മരണയോടുകൂടി സാധിച്ചു. വീണ്ടും ജോലി അല്ലെങ്കിൽ മറ്റെന്ത് പ്രവൃത്തികൾക്ക് നമ്മൾ പോയി. വൈകുന്നേരം സമീപത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിൽ, ഏത് ക്ഷേത്രമുണ്ടോ ആ ക്ഷേത്രത്തിൽ, ശാസ്താക്ഷേത്രമുണ്ടെങ്കിൽ ശാസ്താക്ഷേത്രത്തിൽ അവിടെ ദർശനം നടത്തുക, അവിടുത്തെ ദീപാരാധനയിൽ പങ്കെടുക്കുക. ആ പങ്കെടുത്തതിന് ശേഷം ഉറപ്പായിട്ടും അവിടെ വീണ്ടും ശരണം വിളിക്കുക. അപ്പൊ നമ്മളിപ്പോൾ 7ാമത്തെ തവണയാണ് ഇത് ചെയ്യുന്നത്. ആ 7ാമത്തെ തവണയും കഴിഞ്ഞു. നമ്മൾ വീട്ടിലെത്തി. ഗ്രന്ഥങ്ങൾ ഏതെങ്കിലും വായിക്കുക. ഗ്രന്ഥങ്ങൾ ഏത് വായിക്കണം എന്ന് കൃത്യമായി നിഷ്കർഷിച്ച് പറയാനായിട്ട് സാധിക്കില്ല. എങ്കിൽ പോലും ഭൂതനാഥ സർവസ്വം എന്ന് പറയുന്ന വളരെ വിഖ്യാതമായിട്ടുള്ളതും പവിത്രമായിട്ടുള്ളതുമായ ഒരു ഗ്രന്ഥമുണ്ട്. അത് അയ്യപ്പസ്വാമിയുടെ ചരിത്രമാണ് പറയുന്നത്. അതിൻ്റെ പേരാണ് ഭൂതനാഥ സർവസ്വം. അതല്ലെങ്കിൽ അയ്യപ്പ ഗീതയുണ്ട്. ഭഗവത്ഗീതയ്ക്ക് തത്തുല്യമായ ഒരു ഗ്രന്ഥമാണ് ശ്രീമദ് അയ്യപ്പ ഗീത. ആ അയ്യപ്പ ഗീതയിൽ ഈ പറഞ്ഞതുപോലെ 18 അധ്യായങ്ങളും 365 ശ്ലോകങ്ങളും ആണ് ഉള്ളത്. അപ്പോൾ ആ ഗ്രന്ഥം വായിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമാണ്. അതേപോലെ തന്നെ സമകാലീനായ ഒരു ഋഷി തയ്യാറാക്കിയതാണ് അയ്യപ്പ ഭാഗവതം. ആ അയ്യപ്പ ഭാഗവതവും നമുക്ക് ഇപ്പോൾ ലഭ്യമാണ്. ഇതിലേതെങ്കിലും ഒരു ബുക്ക്, ഇന്നതെന്ന് ഞാൻ പറയുന്നില്ല, ഇതിലേതെങ്കിലും ഒരു ബുക്ക് കഴിയുന്നത്ര അതാത് ദിവസം വായിക്കാനായി ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ വൈകുന്നേരത്തെ ഭക്ഷണത്തിന് തയ്യാറാവുകയാണ്.
ഉച്ചയ്ക്ക് ഊണിനിരുന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ വൈകുന്നേരം ഉറപ്പായിട്ടും കുളിക്കണം. കുളി കഴിഞ്ഞു വന്ന് ഭസ്മം തൊടണം. ഭസ്മം നനച്ചല്ല തൊടേണ്ടുന്നത്, നനയ്ക്കാതെ തൊടണം. അത് കഴിഞ്ഞു വന്നു ഭക്ഷണം കഴിക്കാൻ തയ്യാറായി. ആ സമയത്ത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും വീണ്ടും ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ട് അവിടെ ശരണം വിളിയോടുകൂടി ഭക്ഷണം കഴിക്കാൻ തയ്യാറാവുക. ഭക്ഷണം കഴിച്ചു, ഗ്രന്ഥപാരായണം നടത്തി. ഇനി നമുക്ക് ശയനത്തിനുള്ള സമയമാണ്. ആ ശയനത്തിന് പോകുമ്പോൾ അന്നത്തെ ദിവസം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് സാധിക്കുമെങ്കിൽ ഒരു അവലോകനം നടത്തുക. ഏതെങ്കിലും കാരണവശാൽ ആരോടെങ്കിലും ദേഷ്യപ്പെടുകയോ ആരെയോടെങ്കിലും ഇഷ്ടമല്ലാത്ത തരത്തിൽ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും മനസ്സിൽ അത് തെറ്റാണെന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ അതിനൊരു ക്ഷമ പറയുക, ഭഗവാന്റെ മുമ്പിൽ ക്ഷമിക്കാൻ ആയിട്ട് പ്രാർത്ഥിക്കുക. ശരണം വിളിച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ശരണം വിളിച്ചുകൊണ്ട് പായിൽ, കിടക്കയിൽ, കട്ടിലിൽ എവിടാണോ ശയിക്കുന്നത് അവിടെ ശയിക്കാൻ തയ്യാറാവുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം മാലയിട്ട് കഴിഞ്ഞാൽ ആ മാലയിടുന്ന ദിവസം മുതൽ ഏത് തരത്തിലുള്ള ജീവിതമാണ് പരിപാലിക്കേണ്ടുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായി ചൂണ്ടിക്കാണിച്ചത്. അതിൽ ഏറ്റവും പ്രധാനം പ്രാർത്ഥനകളാണ്. കലിയുഗത്തിൽ നമുക്ക് ഈ കലികാല ദുരിതങ്ങളിൽ നിന്ന് മോചനത്തിനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം ഏത് എന്നതിൻ്റെ ഉത്തരമാണ് പ്രാർത്ഥന എന്നുള്ളത്. ആ പ്രാർത്ഥന മറക്കാതിരിക്കുക. അത് നമുക്ക് ശബരിമല ശ്രീധർമ്മശാസ്താവിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. അടുത്ത ഭാഗം എന്നുദ്ദേശിക്കുന്നത് ഇപ്പോൾ ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ദർശനത്തിന് വേണ്ടി മാലയിട്ടതിന് ശേഷമുള്ള രണ്ടാമത്തെ ദിവസമാണ് നമ്മളിപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. ആ വ്യക്തത ഓരോ യാത്രികനും ഉണ്ടാവണം. അത് അവസാന ഭാഗത്തേക്ക് വരുന്നത് കെട്ടുനിറയും ആ ഭാഗങ്ങളുമാണ്. അതിനു മുമ്പ് ഏറെ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായുണ്ട്. ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ തയ്യാറാകുന്നു എങ്കിൽ പോലും ശബരിമല എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക സ്വരൂപത്തെക്കുറിച്ച് തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചു. ഇവിടം ഈശ്വരൻ്റെ സ്വന്തം നാടാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്. 108 ശിവാലയങ്ങളും 108 ദുർഗാലയങ്ങളും 5 മഹാശാസ്താ ക്ഷേത്രങ്ങളും ആണ് ഇവിടെ ഉള്ളതെന്ന്. അതിൽ ഏറ്റവും പ്രമുഖവും പ്രചുരവുമായിട്ടുള്ള ക്ഷേത്രത്തിൻ്റെ കാര്യമാണ് ശബരിമല എന്നുദ്ദേശിച്ചത്. പക്ഷേ പഞ്ചമഹാശാസ്താ ക്ഷേത്രങ്ങളെ കുറിച്ച് ഇനി അല്പം വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. ഏതെല്ലാമാണ് അത് എന്നൊന്നാദ്യം നോക്കാം. കുളത്തൂപ്പുഴ, അച്ഛൻകോവിൽ, ആര്യങ്കാവ്, അയ്യപ്പൻകോവിൽ, ശബരിമല, പഞ്ചമഹാശാസ്താ ക്ഷേത്രങ്ങളിൽ നമ്മളിപ്പോൾ പോകാൻ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയിലേക്കാണ്. പക്ഷെ ശബരിമലയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ഇവരെ എല്ലാവരെയും അയ്യപ്പൻ എന്നല്ല, കുളത്തൂപ്പുഴ അയ്യപ്പൻ എന്നല്ല വിളിക്കുന്ന കുളത്തൂപ്പുഴ ശ്രീധർമ്മശാസ്താവാണ്. അച്ചൻകോവിൽ അയ്യപ്പൻ എന്ന് വിളിക്കുന്നില്ല, അച്ചൻകോവിൽ ശ്രീധർമ്മശാസ്താവാണ്. അപ്പൊ ശ്രീധർമ്മശാസ്താവും അയ്യപ്പനും ഒന്നാണോ എന്ന കാര്യത്തിലാവും ഇപ്പൊ പലർക്കും സംശയമുണ്ടാകുന്നത്. അത് വളരെ പഴയ ഒരു കഥയാണ്. അതായത് ചരിത്രമോ പുരാണമോ ആയിട്ടല്ല, അതിനപ്പുറത്തുള്ള കാലഘട്ടമാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. യുഗങ്ങൾ വെച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ യുഗം എന്ന് പറയുന്നത് കൃതയുഗമാണ്. കൃത, ത്രേത, ദ്വാപര, കലി. അതിലെ കൃതയുഗത്തിൽ നടന്ന ചില കഥകളാണ്, ആ കഥയായിട്ടാണ് ശ്രീധർമ്മശാസ്താവിന് ബന്ധം ഉണ്ടാവുന്നത്. അപ്പൊ ശ്രീധർമ്മശാസ്താവിനെ കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് വീരമണികണ്ഠനെ കുറിച്ചും അതിനുശേഷം ചരിത്രാതീത കാലത്തല്ല, ചരിത്രകാലത്ത് നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്ന സ്വാമി അയ്യപ്പനെ കുറിച്ചും അല്ലെങ്കിൽ അയ്യപ്പസ്വാമിയെ കുറിച്ചും നമുക്കറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ശ്രീധർമ്മശാസ്താവിനെ കുറിച്ച് നമുക്ക് അടുത്ത ദിവസം വിശദമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിനുവേണ്ടി ശ്രീധർമ്മശാസ്താവിൻ്റെ ജനനം മുതലുള്ള ഭാഗം നമ്മൾ ഇപ്പോൾ കർണാകർണികയാ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിക്കാം. മൂന്നാമത്തെ ദിവസം നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു
പ്രഭാഷണം തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദിയോടെ സ്വാമിയേ ശരണമയ്യപ്പ. കാൽ നൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ് നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.